മഹേന്ദ്ര സിംഗ് ധോണി ഇതിഹാസ നായകൻ 2007 T20 ലോകകപ്പിൽ കാണിച്ചതുപോലൊരു ഒരു ബോൾഡ് തീരുമാനമായിരുന്നു അത്. ടീമിലെ പ്രധാന ബോളർമാർക്ക് ഓവറുകൾ പിന്നെയും ബാക്കിയുള്ളപ്പോഴും അന്ന് സംഹാര രുദ്രനായി നിന്ന മിസ്ബാ ഉൾ ഹക്കിനെതിരെ ധോണി പന്തെറിയാൻ ഏൽപ്പിച്ചത് യുവതാരമായ ജോഗീന്ദറിനെയായിരുന്നു. അന്ന് ജോഗീന്ദർ ശർമ്മ വിജയകരമായി പതറാതെ ആ ഓവർ എറിയുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞ ദിനം നമ്മൾ വീണ്ടും കണ്ടു അങ്ങനെയൊരു ബോൾഡ് ഡിസിഷൻ. സഞ്ജു സാംസൺ എന്ന മലയാളി താരം, രാജസ്ഥാൻ നായകൻ, പന്ത് ബോൾട്ടും അശ്വിനും ഒക്കെ ഉണ്ടായിട്ടും പൊതുവെ തല്ലുകൊള്ളിയെന്ന ഇരട്ടപ്പേരും ലേബലുമുള്ള ആവേശ് ഖാന് അവസാന ഓവർ എറിയാനായി പന്ത് ഏൽപ്പിച്ച ആ സന്ദർഭം. ദിസ് ഈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഫോർ യു. അദ്ദേഹത്തിന്റെ ഫീൽഡ് പ്ലേസ്മെന്റ്, അതുപോലെ ബോളർ സെലക്ഷൻ, പ്രഷർ ഹാൻഡിൽ ചെയ്ത വിധം, അതുപോലെ ആ ഒരു കാം ആൻഡ് കൂൾ. Sanju Samson deserves a lot of credit as well, the way he has used his ball, especially like Chahal, Avesh, Sandeep under his captaincy. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം മത്സരത്തിലും വിജയം നേടിയ ദിവസം. ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 5 വിക്കറ്റിന് 185 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹിക്ക് 5 വിക്കറ്റിന് 173 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഡൽഹി ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെച്ചെങ്കിലും മത്സരം രാജസ്ഥാൻ സഞ്ജു സാംസന്റെ അസാമാന്യ ക്യാപ്റ്റൻസിയുടെ മികവിൽ പിടിച്ചെടുക്കുകയായിരുന്നു. ഡെത്ത് ഓവറിൽ സഞ്ജു സാംസന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് കളി രാജസ്ഥാന് അനുകൂലമാക്കിയത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അവസാന ഓവർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാന ഓവറിൽ ആവേശ് ഖാനെ പന്തേൽപ്പിക്കാനുള്ള സഞ്ജുവിന്റെ സാഹസിക തീരുമാനമാണ് മത്സരത്തിൽ നിർണായകമായത്. അവസാന ഓവറിൽ ഡൽഹിക്ക് ജയിക്കാൻ 17 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. വലങ്കയ്യൻ ട്രിസ്റ്റൻ സ്റ്റെബ്സും ഇടങ്കയ്യൻ അക്ഷർ പട്ടേലുമായിരുന്നു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അവസാന ഓവറിൽ എല്ലാവരും ഇടങ്കയ്യൻ പേസറായ അനുഭവ സമ്പന്നനായ കിവി താരം ട്രെന്റ് ബോൾട്ടിനെ സഞ്ജു പന്തേൽപ്പിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ആ സമയത്താണ് സഞ്ജു ആവേശ് ഖാനെ പന്തേൽപ്പിക്കുന്നത്, ആവേശ് ഖാനെ വിളിച്ച് പന്തേൽപ്പിക്കുന്നത്. IPL അത്ര മികച്ച ബോളിംഗ് റെക്കോർഡൊന്നും ഉള്ള താരമല്ല ആവേശ്. നമുക്കറിയാം, നിരവധി തവണ തല്ല് വാങ്ങിക്കൂട്ടിയ അദ്ദേഹത്തെ പന്തേൽപ്പിച്ചത് ഒരു സാഹസ തീരുമാനം തന്നെയായിരുന്നു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആവേശ് മത്സരം രാജസ്ഥാന് നേടിക്കൊടുക്കുകയായിരുന്നു. ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ വെറും 4 റൺസ് മാത്രമാണ് അവസാന ഓവറിൽ 2 മികച്ച ബാറ്റ്സ്മാൻമാർ ഉള്ളപ്പോൾ ആവേശ് വിട്ടുകൊടുത്തത്. IPL നമുക്കറിയാം, ചെണ്ട ബോളർ എന്ന വിശേഷണമുള്ള താരമാണ് ആവേശ് ഖാൻ. അതുകൊണ്ട് തന്നെ അവസാന ഓവറിൽ അദ്ദേഹത്തെ പന്തേൽപ്പിച്ചത് മണ്ടത്തരമായി എന്ന് ആരാധകർ ഒരു വേള ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ ആവേശ് ക്യാപ്റ്റന്റെ പ്രതീക്ഷകൾക്ക് ഒപ്പം ഉയരുകയായിരുന്നു. സഞ്ജു സാംസൺ പൂർണ്ണ പിന്തുണ നൽകുന്ന നായകനാണെന്നും അനാവശ്യമായ ഇടപെടൽ നടത്താതെ അദ്ദേഹം പന്തെറിയാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്നുമാണ് ആവേശ് മത്സരശേഷം സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ക്യാപ്റ്റനാണ്. എവിടെയാണ് പന്തെറിയാൻ ആഗ്രഹിക്കുന്നു അവിടെ പന്തെറിയാനാണ് സഞ്ജു പറയുന്നത്. എൻ്റെ പദ്ധതികൾ ഫലം കാണാത്ത സാഹചര്യത്തിൽ മാത്രമാണ് സഞ്ജു എന്നെ സഹായിക്കാൻ എത്താറുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫീൽഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നും എന്ത് പന്തെറിയണമെന്നും അവൻ പറയാറുണ്ട്. യോർക്കറുകൾ എറിയാൻ കഠിനമായ പരിശീലനം ഞാൻ നടത്തിയിരുന്നു. മത്സരത്തിൽ കൃത്യമായ ലൈനും ലെങ്തും ഉപയോഗിക്കാനാണ് ശ്രമിക്കാറുള്ളത്. തന്ത്രങ്ങൾ ഫലം കാണുന്നത് വലിയ ആത്മസംതൃപ്തി നൽകുന്നു എന്നാണ് ആവേശ് മത്സരശേഷം പറഞ്ഞത്. അവസാന ഓവറിൽ ഓഫ് സൈഡ് യോർക്കറുകൾ എന്ന പതിവ് പദ്ധതി തന്നെയാണ് ആവേശ് ഈ മത്സരത്തിൽ ഉപയോഗിച്ചത്. ബോളർമാരും സമ്മർദ്ദ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് എന്ന് നമുക്കറിയാം, വൈഡ് ലൈനിലുള്ള യോർക്കർ പന്തുകൾ. എന്നാൽ എത്രത്തോളം ഫലപ്രദമായി ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകരമായി ആവേശ് ഖാന് കഴിഞ്ഞ മത്സരത്തിൽ ഇത് നടപ്പാക്കാൻ സാധ്യമായി. ട്രിസ്റ്റൻ സ്റ്റെബ്സും അക്ഷർ പട്ടേലും കളി ജയിപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് നമുക്കറിയാം. ഇരുവരും ക്രീസിൽ നിൽക്കവെയാണ് ആവേശിന്റെ ഈ ബോളിംഗ് പ്രകടനം വളരെ കൃത്യതയോടെ അദ്ദേഹം പൂർത്തിയാക്കിയത്. ഇത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ട്രെന്റ് ബോൾട്ടിനെ താഴ്ന്ന് സഞ്ജു ആവേശിനെ പന്ത് ഏൽപ്പിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടങ്കയ്യൻ അക്ഷർ ഉള്ളപ്പോൾ ബോൾട്ടിനെ പന്തേൽപ്പിക്കുന്നത് തിരിച്ചടിയായേക്കുമെന്നായിരുന്നു സഞ്ജുവിന്റെ വിലയിരുത്തൽ. ഇത് ശരിയാവുകയും ചെയ്തു. സഞ്ജു യശ്വന്ത് ചാഹലിനെ ഉപയോഗിച്ചതും മത്സരത്തിൽ ഏറെ നിർണായകമായി. 14ാം ഓവറിലെ ആദ്യ പന്തിൽ ചാഹൽ ഋഷഭ് പന്തിനെ പുറത്താക്കിയതാണ് ഈ മത്സരത്തിന്റെ ഗതി തിരിച്ചത്. ഋഷഭ് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മറ്റൊന്നായി മാറുകയായിരുന്നു. അതുപോലെ ഇമ്പാക്ട് പ്ലെയറായ അഭിഷേക് പോറലിനെയും ചാഹൽ ആ ഓവറിൽ പുറത്താക്കിയതോടെ ഡൽഹി അതീവ സമ്മർദ്ദത്തിലായി മാറുന്നു. സ്റ്റെപ്സിനെ ട്രെന്റ് ബോൾട്ട് കൈവിട്ട് കളഞ്ഞെങ്കിലും ഇത് അപകടമായി മാറാതെ സഞ്ജു കളി പിടിച്ചെടുക്കുകയായിരുന്നു. സഞ്ജു സാംസൺസ് ബ്രില്യൻസ് ക്യാപ്റ്റൻസി. ബാറ്റിംഗിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ശോഭിക്കാനായില്ല എന്നത് മറ്റൊരു കാര്യം. 14 പന്തിൽ 15 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഈ പോരായ്മ കിഡിലൻ ക്യാപ്റ്റൻസി കൊണ്ട് സഞ്ജു മറികടക്കുകയായിരുന്നു. റിയാൻ പരാഗാണ് രാജസ്ഥാനെ രക്ഷിച്ചത്. 45 പന്ത് നേരിട്ട് 7 4ഉം 6 6ഉം ഉൾപ്പെടെ പുറത്താക്കാതെ 84 റൺസാണ് പരാഗ് നേടിയത്. ഇതാണ് രാജസ്ഥാനെ മികച്ച സ്കോറിലെത്തിക്കാൻ സഹായിച്ചത്. ഡൽഹിക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് രാജസ്ഥാൻ ബോളർമാർ അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു.